തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ മുന്നണികളെ വലിയ തർക്കം തുടരുന്നുവെന്ന വാർത്ത വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാർട്ടികളിൽ നിന്നുള്ള രാജിയും വിമതരായി രംഗത്തുനിന്നവരുടെ എണ്ണവും ഇങ്ങനെ കൂടി വരികയാണ്. വയനാട് മുള്ളൻകൊല്ലിയിലാണ് കോൺഗ്രസിന് പ്രതിസന്ധിയായി കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ താത്പര്യമറിയിച്ചത്. മുള്ളൻകൊല്ലിയിലെ ഒരു വാർഡിൽ 8 പേരും പാടിച്ചിറ ബ്ലോക്ക് ഡിവിഷനിൽ 6 പേരും മത്സരിക്കാൻ സന്നദ്ധതയറിയിച്ചു. തൃക്കാക്കര നഗരസഭയിലെ 39 വാർഡുകളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കൊച്ചി കോർപ്പറേഷനിലെ രവിപുരം ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വിമതനായി മത്സരിക്കും. 2020 മുൻ നേതാവ് ആന്റണി ജൂഡി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് 21 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് യുവമോർച്ച നേതാവ് കെ ഗണേശൻ മത്സരിക്കും. NDAയിലെ ഭിന്നതയെ തുടർന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ 12 സീറ്റുകളിൽ കേരള കാമരാജ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും. തിരുവമ്പാടി പഞ്ചായത്തിൽ ലീഗ് വിമതർ LDF സ്ഥാനാർത്ഥികളാകും. തിരുവമ്പാടി ടൗൺ, അമ്പലപ്പാറ എന്നീ വാർഡുകളിലും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ തിരുവമ്പാടി ഡിവിഷനിലുമാണ് ലീഗ് വിമതർ മത്സരിക്കുക. മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിലെ UDF തർക്കത്തിന് പരിഹാരമായി. ലീഗ് വിമത സ്ഥാനാർത്ഥി മങ്ങാടൻ അബ്ദു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും. കോൺഗ്രസിന് UDF അനുവദിച്ച സീറ്റിൽ ലീഗ് പ്രതിനിധിയായ മങ്ങാടൻ അബ്ദു വിമതനായി മത്സരിക്കുന്നതിലായിരുന്നു തർക്കം. CPIയിലുണ്ടായ ഭിന്നതയെ തുടർന്ന് തൃശൂർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് PR വിശ്വനാഥൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.